നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യണേ. ഒറ്റ സെക്കൻഡ്. ഓക്കെ.
എനിക്ക് നമ്മള് സെക്കൻഡ് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതില് ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മള് ഫ്ലവർ കംപ്ലീറ്റ് ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഫ്ലവർ അതേപോലെ തന്നെ ഫ്രൂട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഓസ്മോസിസ് മറ്റേ ചന്ദനത്തിരിയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഓർക്കണ്ടോ? ഉണക്കമുന്തിരി മറ്റേന്നൊക്കെ പറഞ്ഞ മറ്റേ മാങ്ങ ഒക്കെ ഓർക്കല്ലേ? അതായത് നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത്, ഞാൻ ഇന്ന് നിങ്ങളോട് മറ്റേ എന്താ കുറച്ച് ടോപ്പിക് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെടുക്കാം. അതിന് മുന്നേ ഞാൻ ന്യൂട്രീഷന്റെ ചാപ്റ്റർ എടുത്തരാം കേട്ടോ നിങ്ങൾക്ക്. ന്യൂട്രീഷൻ സൈക്കിളുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ന്യൂട്രീഷന്റെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഇജക്ഷൻ, ഡൈജക്ഷൻ, അബ്സോർപ്ഷൻ, ഏസിമലേഷൻ, ഇജക്ഷൻ, ഇത്രയും കാര്യങ്ങൾ എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് വായിലെടുത്ത് ചവയ്ക്കുന്നത്, അതുപോലെ വിഴുങ്ങുന്നത്, ഇതാണ് ഇഞ്ചക്ഷൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സെയിം ടോപ്പിക് തന്നെയാണ്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം തന്നെയാണ് ഇഞ്ചക്ഷൻ. പ്രൊനൗൺസിയേഷൻ കറക്റ്റാ, സ്പെല്ലിങ് മറ്റേതിന്റെ അല്ല. എന്ന് പറയുകയാണെങ്കിൽ കണ്ടോ, ടേക്കിംഗ് ഇൻ ഫുഡ്, ച്യൂയിങ് ഓർ സക്കിംഗ് ഇറ്റ് ആൻഡ് swallowing. ഒരു മിനിറ്റ്. അതായത് നമ്മൾ ഫുഡ് എടുത്ത് വായയിൽ വെച്ച് ചവച്ചിട്ട് വിഴുങ്ങൂലേ, അല്ലെങ്കിൽ ഇപ്പം വെള്ളമാണെങ്കിൽ നമ്മൾ കുടിച്ചിട്ട് എടുക്കും, അതാണ് ഇഞ്ചക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഡൈജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം HCLന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമ്മുടെ വയറിന്റെ അകത്തിട്ട് അത് അരയ്ക്കുന്നത്, ആമാശയത്തിലിട്ട് അരയ്ക്കുന്നത്, അതിനെയാണ് ഡൈജക്ഷൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാലോ, നമ്മൾ എന്ത് കഴിച്ചാലും നല്ല ഫുഡാണെങ്കിൽ അതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കും, അതാണ് അബ്സോർപ്ഷൻ. ഏസിമലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കുന്ന ന്യൂട്രിയൻസിനെ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തിക്കുന്നു, ടിഷ്യൂസ് സെല്ലുകൾ ഇതിലേക്കൊക്കെ എത്തിക്കുന്നു, അവരെല്ലാം അത് കഴിക്കുന്നു. കഴിക്കല്ല, അവരത് മെറ്റബോളൈസ് ചെയ്യുന്നു, അതാണ് ഏസിമലേഷൻ. ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇജക്ട് ചെയ്യുക, കളയുക എന്നൊരു മീനിങ്. റിമൂവൽ ഓഫ് അൺഡൈജസ്റ്റഡ് ആൻഡ് അൺഅബ്സോർബഡ് ഫുഡ് ഫ്രം ദി ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് ഫീസസിന്റെ ഫോമിൽ എല്ലാം പുറത്തു പോകും, അല്ലെങ്കിൽ യൂറിന്റെ ഫോമിൽ പുറത്തു പോകുന്നുണ്ട്. മെയിൻ ആയിട്ടും നോക്കിയേ, ഡൈജക്ഷൻ 2 തരത്തിലാണേ ഉള്ളത്. നോക്കിയേ, ഇൻട്രാ സെല്ലുലാർ അതുപോലെ എക്സ്ട്രാ സെല്ലുലാർ. ഇൻട്രാ സെല്ലുലാർ ഡൈജക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത്? ഇൻട്രാ സെല്ലുലാർ. ഇൻട്രാ സെല്ലുലാർ ഡൈജക്ഷന്റെ എക്സാമ്പിൾ ആണ് അമീബ. അമീബയുടെ സ്പെല്ലിങ് AMOEBA, അമീബ. അമീബ എന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഇൻസൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡിയുടെ പുറത്ത് എന്നൊരു മീനിങ് എന്നതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് നമ്മുടെ അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഒന്നും അല്ല ആർക്കുള്ളത്. അമീബ പോലെയുള്ള വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സിനുള്ളത്. ഇവരുടെ ഫുഡ് പാർട്ടിക്കിള് വളരെ ചെറുതായിരിക്കും. ഇവര് തന്നെ നമുക്ക് അമീബേനെ തന്നെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവര് കഴിക്കുന്ന ഫുഡ് അതിനും ചെറുതായിരിക്കും അല്ലെ. ഇവരുടെ ഫുഡ് പിടിക്കുന്ന എങ്ങനെയാണെന്നറിയോ? സ്യൂഡോപോഡിയം വഴിയാണ്. സ്യൂഡോപോഡിയം. ക്വസ്റ്റ്യൻ വരാം, അമീബ എങ്ങനെയാണ് ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതെന്ന്. എങ്ങനെയാ? സ്യൂഡോപോഡിയം. സ്പെല്ലിങ് ഞാൻ ഇട്ടുതരാം. സ്യൂഡോപോഡിയ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സ്യൂഡോപോഡിയം, രണ്ടും ഒന്ന് തന്നെയാ. ഓക്കെ, അതിനുശേഷം ഇവര് ഈ ഫുഡിനെ ഉള്ളിലേക്ക് എടുക്കും. ഞാൻ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ഇങ്ങനെ കണ്ടോ? ആദ്യം നോക്കിയേ, പ്രേ എന്ന് വെച്ചാല് ഇര. സ്യൂഡോപോഡിയ വഴി ഇവർ ഉള്ളിലേക്ക് എടുക്കുവാണ്. കണ്ടോ? ഈ ഒരു പിക്ചർ കണ്ടില്ലേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കണ്ടോ? ഇതാണ് ആ പിക്ചർ കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല. അതിന്റെ സ്ട്രക്ചർ, അമീബയുടെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കാൻ പറയുവാണെങ്കിൽ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു വെച്ചാൽ മതി. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാത്തൊരു ജീവി അമീബ. അപ്പൊ ഇങ്ങനെ ഫുഡ് ഇവര് സ്യൂഡോപോഡിയം വഴി ഉള്ളിലേക്ക് എടുക്കും. ഇവരുടെ ബോഡിയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല് ഇവരുടെ ബോഡി ഒരുപാട് എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ എൻസൈമുകൾ എന്ത് ചെയ്യും? ഇവരുടെ ബോഡിയിലേക്ക് എത്തിയിട്ടുള്ള ആ ഫുഡില്ലേ, ആ ഫുഡിനെ ചെറിയ ചെറിയ പീസാക്കി മാറ്റും. ഓക്കെ, ചെറിയ ചെറിയ പീസാക്കി മാറ്റുന്നതിനെ ഈ എൻസൈമുകൾ തന്നെ ഡൈജസ്റ്റ് ചെയ്യും.
ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്തതിൽ ഉള്ള ന്യൂട്രീഷനെ അവരുടെ ബോഡിയുടെ സൈറ്റോപ്ലാസം അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഫുഡിനെ ഇവരുടെ ബോഡിയുടെ സെല്ല് യൂട്ടിലൈസ് ചെയ്യും. ആവശ്യമില്ലാത്ത വസ്തുക്കള് പുറത്തേക്ക് കളയും. ഫുഡ് വാക്യൂളിൽ തന്നെ പുറത്തേക്ക് കളയും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈജക്ഷന്റെ കുറെ സ്റ്റെപ്പുകൾ എല്ലാം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നതിനെ ഇഞ്ചക്ഷൻ എന്ന് പറയും. എൻസൈമുകൾ വന്ന് ഈ ഫുഡിനെ ചെറിയ ചെറിയ പാർട്ടാക്കി മാറ്റുന്നതിന് ഡൈജക്ഷൻ എന്ന് പറയും. ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ സൈറ്റോപ്ലാസം വലിച്ചെടുക്കുന്നതിനെ എബ്സോർപ്ഷൻ എന്ന് പറയും. ഇങ്ങനെ വലിച്ചെടുത്ത ഫുഡിനെ സെല്ലുകൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനെ എസിമിലേഷൻ എന്ന് പറയും. അവസാനം വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ നമുക്ക് ഫീസസിന്റെ ഫോമിൽ പുറത്തു പോകും. ഇവർക്ക് ചിലപ്പം അങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. ഇജക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പില് എന്താ പറയാ, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള അൺഅബ്സോർബ്ഡ് ആയിട്ടുള്ള ഫുഡിനെ ഇവർ എക്സ്പെൽ ചെയ്ത് കളയും. ഇത്രയേ ഉള്ളൂ ഇൻട്രാ സെല്ലുലാർ. ഇനി അടുത്തത് എക്സ്ട്രാ സെല്ലുലാർ ആണ്. എക്സ്ട്രാ സെല്ലുലാറിൽ ഇതാ ഇവിടെ കോക്രോച്ച്, അതേപോലെ ഹൈഡ്ര, ഇതൊക്കെയാണ് മെയിൻ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഇത് പക്ഷെ അങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ എന്ന് വെച്ചാൽ വലിയൊരു ഡൈജക്ഷൻ ഇവരുടെ വളരെ സിമ്പിൾ ആയിട്ട് നടന്നു അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ ഇന്റേണൽ ഓർഗൻസ് കാര്യമായിട്ടില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ എൻസൈം വന്നിട്ട് ഫുഡിനെ കട്ട് ചെയ്തത്. വേറെ ഇന്റേണൽ പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഓർഗൻസ് ഒന്നും ഇല്ലാത്ത കാരണമാണ് എൻസൈമുകൾ വന്ന് ആ ഫുഡിനെ കട്ട് ചെയ്തത്. പക്ഷെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ പാറ്റ, പല്ലി കുറച്ചും കൂടി ഹയർ ലെവൽ ഓർഗാനിസത്തിലേക്ക് വരുമ്പോ ഇതുപോലെയല്ല. മനസ്സിലായില്ലേ? ബോഡിയുടെ ഉള്ളിൽ ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജക്ഷൻ എന്ന് പറയുന്നത്. അതിന് കുറെ എക്സാമ്പിളുകൾ പറയാനുണ്ട്. ഈ പാറ്റയും അതേപോലെ ഹൈഡ്രയൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ കോക്രോച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്, ഹൈഡ്ര എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എന്നാലും നമുക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് ഉള്ളത് ഹ്യൂമൻ ബോഡിയുടെയാണ്. നമ്മുടെ ഡൈജക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു സംഭവമാണ്. പക്ഷെ എല്ലാം പഠിക്കാനൊന്നുമില്ല. ഇത് കണ്ടോ, കുറെ ഉണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞില്ലേ? ഇത്ര ഉണ്ട്. ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് ഓർക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനു മുന്നേ ഞാൻ ഇവിടെ കുറെയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നിങ്ങളുടെ മുന്നത്തെ ബാച്ചുകാരെ പഠിപ്പിച്ചപ്പം എഴുതിയിട്ടതാ. ഞാൻ ഇത് റേസ് ചെയ്തോളെ മറന്നുപോയി. ഞാൻ ഈ ഒരു പിക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. ഇതിന്റെ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? കൂടുതലും ചിലപ്പോ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കാം. ഓക്കെ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4 ഭാഗങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ തന്നിട്ട് കുറെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ABCD അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ല. എന്നിട്ട് നമ്മളോട് ചോദിക്കാം A എന്താണ്, അതിന് പേരെഴുത്, B, അങ്ങനെ ചോദിക്കാം. ഓക്കെ, എളുപ്പമാണ് കേട്ടോ. കുറച്ചൊക്കെ ചില വാക്കുകൾ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ മൗത്ത് ഒക്കെ ചോദിക്കാറുണ്ട്. അത്ര നിങ്ങളെ കൺഫ്യൂസിങ് ആക്കാതിരിക്കാൻ മൗത്തിന്റെ അവിടെ ഒരു ആരോ മാർക്ക്, അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇത് ഏത് ഭാഗമാണെന്ന് നമുക്ക് പഠിക്കാതെ തന്നെ നമുക്കറിയില്ല. മൗത്ത്, അതേപോലെ ANS, ഇതെല്ലാം തന്നെ എളുപ്പമുള്ള വാക്കുകളും അതേപോലെ എല്ലാം ആണ്. എന്തായാലും നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് പറയുന്നത്. അത് വിച്ച് ആർ സ്റ്റാർട്ട് ഫ്രം മൗത്ത് ടു ഏനസ്. ഓക്കെ, മൗത്തിൽ നിന്നും തുടങ്ങി നമ്മുടെ ഏനൽ പാർട്ടിലാണ് നമ്മുടെ ഡൈജക്ഷൻ അവസാനിക്കുന്നത്. ഫസ്റ്റ് തന്നെ മൗത്ത് ആണ്. അപ്പൊ നിങ്ങൾ മൗത്ത് എഴുതിയിടാം കേട്ടോ. ഇനി അതിന്റെ ഭാഗങ്ങളാ പറയാൻ പോലെ. വായ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വായയുടെ അകത്ത് പല്ലുണ്ട്, അതേപോലെ നാക്കുണ്ട്. ഈ 2 ഭാഗങ്ങൾ ആണ് മെയിൻ ആയിട്ട് ഉള്ളത്.
ഓക്കെ, അപ്പൊ മൗത്ത് എന്ന് എഴുതാ, അണ്ടർലൈൻ ചെയ്യുക. അതിന്റെ ഭാഗങ്ങൾ അതൊക്കെ മൗത്ത് അതിലുള്ള 2 ഓർഗൻസ് ആണ് ടീത്തും ടങ്ങും. ടീത്തും ടങ്ങും. ആദ്യം തന്നെ ടീത്തിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ടീത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല, അല്ല ഒന്നും പഠിക്കാനില്ല. അപ്പൊ ആദ്യം മൗത്ത് വരുന്നു, രണ്ടാമത് വരുന്നതാണ് എങ്ങനെയാ, വായേന്ന് ചവച്ചിട്ട് നമ്മൾ ഇറക്കുമ്പം തൊണ്ടേക്കോടെയാണ് പോകുന്നത് അല്ല. ഈ തൊണ്ടയ്ക്ക് നമ്മുടെ ബയോളജിക്കലി സ്പെസിഫിക് ഒരു പേരുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞുതരാം. ആദ്യം മൗത്ത്, പിന്നെ തൊണ്ട, അതായത് ത്രോട്ട്. ത്രോട്ടിൽ നിന്ന് നമുക്കറിയാവുന്നത് എങ്ങനെയാ, ചെന്ന് വയറ്റിന്ന് പിന്നെ ഏനൽ പോർഷനിൽ പുറത്തേക്ക് പോകും. ഇത്രയാണ് നമുക്കറിയാവുന്നത്. നമ്മൾ സയന്റിഫിക്കലി പറയുമ്പം ഇതാ ഒരു മിനിറ്റ്, ഒരു പേനയാ. ഇതാ നോക്കിയേ, മൗത്തിൽ നിന്നും ഫുഡ് വരുന്നത് നോക്കിയേ, ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗമാ. ഫാരിങ്സ് ശ്രദ്ധിച്ചില്ലേ? ഫാരിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊണ്ടയാ. നമുക്കറിയാം നമ്മുടെ തൊണ്ടയുടെ അവിടെ ശ്വാസനാളവും ഉണ്ട്, അന്നനാളവും ഉണ്ട് നമുക്കറിയാം അല്ലെ. ശ്വാസനാളം എന്ന് പറയുമ്പം ലങ്സ് ആണ്, അത് നമുക്ക് ശ്വസിക്കാനുള്ളത്. അന്നനാളം എന്ന് പറയുന്നതാണ് ഫാരിങ്സ്. മനസ്സിലായില്ലേ? ഇതാണ് ഫുഡ്, വെള്ളം ഇതൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൗത്തിൽ നിന്നും ഫാരിങ്സിലേക്ക് ഫുഡ് ചെല്ലുന്നു, ആ ത്രോട്ടിന്റെ തൊണ്ടയുടെ അവിടെയുള്ള ഭാഗം. ഈ ഫാരിങ്സിൽ നിന്നും പിന്നെ പോകുന്ന ഭാഗമാണ് ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന്റെ ആ ഒരു എക്സാക്ട് ചെസ്റ്റ് അല്ല, പക്ഷെ തൊണ്ടയ്ക്ക് തൊട്ട് താഴെയുള്ള ഭാഗം, അതാണ് ഈസോഫാഗസ്. ഓക്കെ, ഇനി ഈസോഫാഗസിൽ നിന്ന് ഫുഡ് ചെല്ലുന്നത് സ്റ്റൊമക് എന്ന് പറയുന്ന ഭാഗം. ഈ ഒരു ഷേപ്പ് കണ്ടോ? അപ്പൊ നമ്മൾ ഇത്രയും നാളും വയർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഭാഗമില്ലേ, ഇപ്പൊ നിങ്ങൾ വയർ എന്ന് പറയുമ്പോൾ, ഈ സ്റ്റൊമക് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭാഗം ഓർമ്മ വരുന്നില്ല. അവിടെയല്ല ശരിക്കും നമ്മുടെ ആമാശയം ഇരിക്കുന്നത്. നമ്മൾ വയർ എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ ഉള്ളില് ഇരിക്കുന്നതാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഒക്കെ. അപ്പൊ കുറച്ച് കയറിയിട്ടാണ് നമ്മുടെ സ്റ്റൊമക് ഇരിക്കുന്നത്. ഓക്കെ, ഈ സ്റ്റൊമക്കിൽ നിന്നും ഫുഡ് അരയ്ക്കണു. ഈ അരച്ച ഫുഡ് ഈ വഴി ഇങ്ങനെ പോകും. ഞാൻ ഇവിടെ 2 കളറിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ഡാർക്ക് വയലറ്റ് പോലത്തെ ഒരു കളറും, പിന്നെ പെൻസിൽ കൊണ്ടും കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രൂപ്പിലുള്ള പിക്കില് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ ഞാൻ എന്റെ പുറകിൽ ലൈറ്റ് ഉള്ള കാരണം ഇതിന്റെ ഷെയ്ഡ് വരുന്നുണ്ട്. ഓക്കെ, ഈ കുഞ്ഞാക്കി കൊടുത്തേക്കുന്ന കണ്ടോ, ഇങ്ങനെ കുഞ്ഞാക്കി കൊടുത്തേക്കുന്ന ഈ ആമാശയത്തിൽ നിന്ന് നേരിട്ട് വരുന്നത് ഞാൻ പെൻസിൽ കൊണ്ട് കളർ ചെയ്യുന്ന ഭാഗത്തിലേക്കാണ്. അതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുമ്പം ഏറ്റവും അവസാനത്തെ ഭാഗം, അതാണ് ഞാൻ ഈ ഒരു പിങ്ക് പോലത്തെ വയലറ്റ് ഇല്ലേ, ആ കളർ കൊണ്ട് അടിച്ചു വെച്ചേക്കുന്നതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അവസാന ഏനൽ ഭാഗമാണ് ഇവിടെ കളർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്, അതാണ് ഏനസ്. ഇത്രയാണ് മൗത്തിന്റെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പേര് വരാൻ കാരണം? വൻകുടൽ, ചെറുകുടൽ, അതിന്റെ നീട്ടം വെച്ചിട്ടാണെങ്കിൽ നീട്ടം ഏറ്റവും കൂടുതൽ സ്മോൾ ഇൻറ്റസ്റ്റൈനാ. നോക്കി, ഇതിനകത്ത് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയാണ് സംഭവം ഇട്ടേക്കുന്നത്. പക്ഷെ ലാർജ് ഇൻറ്റസ്റ്റൈൻ നോക്കി നമുക്ക് കണ്ടാ അറിയാം അതിന്റെ വലിപ്പം. ഇനി എന്തുകൊണ്ടാ പേര് വന്നതെന്ന് ചോദിച്ചാല് ഇതിന്റെ ലെങ്ത് വൈസ് അല്ല, ഇതിന്റെ വിഡ്ത് വൈസ് ആണ് ഇതിനാ പേരിട്ടേക്കുന്നത്. ലാർജ് ഇൻറ്റസ്റ്റൈന്റെ വിഡ്ത് നിങ്ങൾ കണ്ടില്ലേ, അതിന് ചെറുതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ. ഓക്കെ, അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 7 മീറ്റർ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സാരി എത്ര മീറ്ററാ? എനിക്ക് തോന്നുന്നു ഒരു സാരിയുടെ ലെങ്ത് 5 മീറ്ററോ 4 അങ്ങനെ എന്തോ സംതിങ് ആണ് ഒരു സാരിയുടെ നീട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈന്റെ മീറ്റർ എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈന്റെ നീട്ടം 1.5. ഓക്കെ, അപ്പൊ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് നീട്ടം കൊണ്ട് ചെറുത് കേട്ടോ. അപ്പൊ മൗത്ത്, അവിടെ നിന്ന് ഫാരിങ്സ്, ഈസോഫാഗസ്, ഈ ഒരു ഫ്ലോ ചാർട്ട് ചോദിക്കാറുണ്ട്. ഈസോഫാഗസ്, അവിടെ നിന്ന് സ്റ്റൊമക്,
പിന്നെ സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ഏനസ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഭാഗം. നമുക്കിനി ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം മൗത്ത് വായയിലെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഫുഡ് വായയിൽ വെക്കണം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ചവയ്ക്കാന്ന് പറയുമ്പോൾ പല്ല് ഉപയോഗിച്ച് ചവയ്ക്കണം. പക്ഷെ ഈ ചവയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സലൈവ, ഉമിനീരിന്റെ കൂടെയാണ് നമ്മൾ ഈ ഫുഡ് ചവയ്ക്കുന്നത്. എന്ത് ചവച്ചാലും ഉമിനീരിന്റെ ഹെൽപ്പ് ഉണ്ടാവും. അപ്പൊ ഈ ഉമിനീര് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഉമിനീരിന്റെ ഉള്ളില് ഒരു എൻസൈം ഉണ്ട് കേട്ടോ. ആ എൻസൈമിന്റെ പേരാണ് അമൈലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അമൈലേസ്. ക്ലിയർ ആയില്ലേ? ഈ അമൈലേസ് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് എങ്കിൽ ഈ അമൈലേസ് എന്ത് ചെയ്യും? ഈ സ്റ്റാർച്ചിനെ രണ്ട് രീതിയിലേക്ക് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പം കുക്ക് ചെയ്യാത്ത സ്റ്റാർച്ച് അടങ്ങിയ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ ഈ അമൈലേസ് അതുമായിട്ട് കൂടി ചേർന്നിട്ട് ഡെക്സ്ട്രിൻസ് ആയിട്ട് മാറും. ഇത് റോ അൺകുക്കഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് ഉള്ള അങ്ങനത്തെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അമൈലേസ് അതിൽ ആക്ട് ചെയ്തിട്ട് ഡെക്സ്ട്രിൻസ് ആയിട്ട് മാറും. ഇതിന്റെ ഉള്ളിലുള്ളതൊന്നും പഠിക്കണ്ട. ഡെക്സ്ട്രിൻസ്. കുക്കഡ് ആയിട്ടുള്ള സ്റ്റാർച്ച് ആണെങ്കിൽ അപ്പോഴും അമൈലേസ് ഇതിന്റെ കൂടെ ആക്ട് ചെയ്തിട്ട് മാൽട്ടോസ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും പ്രോസസ്സ് നമ്മുടെ മൗത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, മൗത്തിൽ നിന്ന് പിന്നെ ഫുഡ് പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് ഞാൻ പറഞ്ഞ ഫാരിങ്സിലേക്ക്, നമ്മുടെ അന്നനാളത്തിലേക്ക്. അവിടെ അങ്ങനെ പ്രത്യേകിച്ചും നടക്കുന്നില്ല, അതിങ്ങനെ ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇറങ്ങി പോകുന്നത് പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വഴിയായിട്ടാണ്. ഓക്കെ, ഫാരിങ്സിലായിക്കോട്ടെ ഈസോഫാഗസിലായിക്കോട്ടെ ഫുഡ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. എനിവേ, മൗത്തില് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ സംഭവം മൗത്തിൽ എന്തായിരുന്നു നടന്നേ? ഫുഡ് ചവയ്ക്കുമ്പം സലൈവയായിട്ട് കൂടിച്ചേരും. ഈ സലൈവയിലുള്ള എൻസൈമിന്റെ പേരാണ് അമൈലേസ്. AMY. ഞാൻ സ്പെല്ലിംഗ് ഇട്ടുതരാം, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അമൈലേസ് ഇതൊരു എൻസൈമാണ്. ചോദിക്കാം, സലൈവ കണ്ടെയ്ൻ ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്ത്? ഓക്കെ, അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാ 1 വേർഡില്, അതാണ് ഞാൻ എടുത്ത് പറയണേ. ഓക്കെ, അങ്ങനെ ഈ അമൈലേസ് എന്ത് ചെയ്യും? ഈ സ്റ്റാർച്ചിനെ രണ്ട് രീതിയിൽ ഇതിനെ ഇതാക്കും. ഒന്ന് കുക്ക് ചെയ്യപ്പെട്ട, അതായത് നമ്മൾ ആവിയിലൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത എന്താ പറയാ സ്റ്റാർച്ച് അടങ്ങിയ ഫുഡാണ് എങ്കിൽ മാൽട്ടോസ് ആക്കി മാറ്റും ആ സ്റ്റാർച്ചിനെ. നമ്മൾ കുക്ക് ചെയ്യാത്ത സ്റ്റാർച്ച് അടങ്ങിയ ഫുഡാ കഴിക്കുന്നത് എങ്കിൽ അമൈലേസ് അതിനെ ഡെക്സ്ട്രിൻസ് ആക്കി മാറ്റും. എന്തായാലും ഈ സംഭവം ചവച്ചരച്ചിട്ട് നമ്മൾ വിഴുങ്ങുമ്പം അത് ഫാരിങ്സിലൂടെ ഈസോഫാഗസിലൂടെ നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. ഈ ഈസോഫാഗസ് എവിടെയായിരുന്നു? ഈസോഫാഗസ്, ഫാരിങ്സിൽ നിന്നും ഈസോഫാഗസ് കണ്ടോ, ഈ കുഴല് ഈസോഫാഗസിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് പോകും. അപ്പം ഈ ഇത്രയും ഭാഗത്ത് നിന്നും സ്റ്റൊമക്കിലേക്ക് പോകുമ്പം ഇവര് പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് ഇട്ടേക്കാം കേട്ടോ ഇതിന്റെയൊക്കെ. പെരിസ്റ്റോൾസിസ് അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് വഴിയാണ് ഈ ഒരു കുഴലിലേക്കൂടെ ഈ ഫുഡ് ആമാശയത്തിൽ എത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ആമാശയത്തില് സ്റ്റൊമക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഫുഡിന് നമ്മൾ ഈ ചവച്ചരച്ചപ്പെട്ട ഫുഡ് സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാല് സ്റ്റൊമക്കില് HCl ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, സ്റ്റൊമക്കില് ആസിഡ് ഉണ്ടോ എന്ന് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ട്രിക്കി ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോ ആസിഡ് ഒന്നും ഇല്ലാന്നായിരിക്കാം ചിലപ്പോ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാം. പക്ഷെ അല്ല, നമ്മുടെ വയറിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. മൈൽഡ് ആയിട്ടുള്ള HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അത് കൂടാതെ ഗ്യാസ്ട്രിക് ജ്യൂസും ഉണ്ട്. അപ്പൊ വയറിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? വയറിന്റെ അകത്തുള്ള ഒരു ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന, പ്ലസ് ഗ്യാസ്ട്രിക് ജ്യൂസും ഉണ്ട്. gastric juice plus
HCl. ഇത് രണ്ടുമാണ് വയറിന്റെ അകത്തുള്ള. ഓക്കെ. ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് ഗ്യാസ്ട്രിക് ജ്യൂസ് ആയിക്കോട്ടെ HCl ആയിക്കോട്ടെ, ഇത് രണ്ടിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വയറിന്റെ എന്താ പറയാ ലൈനിങ്ങുകളിൽ നിന്നും തന്നെയാണ് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മുടെ വയറിന്റെ അകത്ത് വെള്ളം ഉണ്ടാവും അല്ലെ, വെള്ളം ഉണ്ടാവും, അതേപോലെ തന്നെ സോൾട്ട് ഉണ്ടാവും, പിന്നെ എന്താ പറയാ മ്യൂസിൻ എന്ന് പറയുന്ന ഒരു ലൂബ്രിക്കന്റ് ഉണ്ടാകും, പിന്നെ 2 എൻസൈമുകൾ ഉണ്ടാകും. ആ എൻസൈമുകളുടെ പേരാണ് പെപ്സിൻ അതുപോലെ ലിപ്പേസ്. ഓക്കെ. പിന്നെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഈ മെയിൻ ആയിട്ടും നമ്മൾക്ക് ഒരു സെല്ലിന്റെ പേരൊക്കെ പഠിക്കാനുണ്ട്. ആക്ച്വലി സ്റ്റൊമക്കിലുള്ള ഒരു സെല്ലുണ്ട്. ആ സെല്ലാണ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സെല്ലിന്റെ പേരൊന്നും പഠിക്കണ്ട. ഓക്സിൻറ്റിക് എന്നാണ് ആ സെല്ലിന്റെ പേര്. അതൊന്നും അങ്ങനെ അത്രയും ഡെപ്തിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ചുമ്മാ പറഞ്ഞാൽ മതി. സ്റ്റൊമക്കിന്റെ വോളിൽ നിന്നുമാണ് HCl ഉണ്ടാകുന്നത്. HCl is produced by wall of stomach. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ലൈനിങ് ഓഫ് സ്റ്റൊമക് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഇത്രയും സംഭവങ്ങൾ ഈ വയറിന്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ അരയ്ക്കും. നമ്മുടെ ഫുഡിനെ ഇവരെല്ലാരും കൂടി അരയ്ക്കും. ആരൊക്കെയുണ്ട്? HCl, പിന്നെ എന്തായിരുന്നു, വാട്ടർ, മ്യൂസിൻ എന്ന് പറയുന്ന ലൂബ്രിക്കന്റ്, ഗാസ്ട്രിക് ജ്യൂസ്, പിന്നെ 2 എൻസൈമുകൾ പെപ്സിൻ, ലിപ്പേസ്. അപ്പോ സലൈവയിലുള്ള എൻസൈമാണ് അമൈലേസ്, സ്റ്റൊമക്കിലുള്ള എൻസൈമാണ് പെപ്സിൻ, ലിപ്പേസ്. മാറിപ്പോയത് ചോദിക്കും. സ്റ്റൊമക്കിലുള്ള ആസിഡ് ചോദിക്കാം, സ്റ്റൊമക്കിലുള്ള എൻസൈം ചോദിക്കാം, പെപ്സിനും ലിപ്പേസും. ഓക്കെ. അങ്ങനെ ഇവരെല്ലാവരും കൂടി നമ്മുടെ ഫുഡിന് ഇങ്ങനെ ഇട്ട് അരയ്ക്കും. അരച്ച് ഭയങ്കര കുഴമ്പ് പരുവത്തിലാണ്. ഇനി HCl എന്തിനാണ് ഇത്രയും? ഈ ആസിഡ് നമുക്കറിയാലോ, ഈ ആസിഡ് എന്തിനാണ് ഈ വയറിന്റെ അകത്ത് വെച്ചേക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വളരെ മൈൽഡ് ആയിട്ടുള്ള HCl ആണ് കേട്ടോ നമ്മുടെ വയറിന്റെ അകത്ത് ഉള്ളത്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ്. ചിലപ്പോൾ ചോദിക്കാം, എന്തിനാണ് ആസിഡ് വയറിന്റെ അകത്ത്, എന്തിനാണ് സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ നിങ്ങൾ എഴുതേണ്ടത്, നമ്മൾ ഫുഡ് കഴിക്കുമ്പം എങ്ങനെയാണേലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബാക്ടീരിയകൾ നമ്മുടെ ഫുഡിൽ കൂടെ ഉള്ളിൽ കയറും. നമ്മളിപ്പോ എല്ലാവരും, എനിക്ക് തോന്നണില്ല കേട്ടോ, എല്ലാവരും എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്കും രാവിലെ രാത്രിയൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് കഴുകുമായിരിക്കും. അല്ലാതെ പെട്ടെന്ന് ഒരു ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിലപ്പം കൈ കഴുകുന്നത് വരില്ല അല്ലേ? അങ്ങനെയാണ്. അപ്പൊ അതിൽ കുഞ്ഞു കുഞ്ഞു ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. ആ ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാനാണ് ഈ HCl ഉള്ളത്. ഓക്കെ. കുറെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 5 എണ്ണം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല, 2 എണ്ണം പഠിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിനെ കുറച്ചും കൂടി ലൂസ് ആക്കാം, കുറച്ചും കൂടി ഭയങ്കര കട്ടിയായിട്ടിരുന്ന് നമ്മുടെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് HCl ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി, ഈ നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പെപ്സിൻ അതേപോലെ തന്നെ ലിപ്പേസ് ഇങ്ങനെയുള്ള 2 എൻസൈമുകൾ ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു. ഈ പെപ്സിൻ ആക്റ്റീവ് ആകണമെങ്കിൽ പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഇനാക്റ്റീവ് ആകണം. അതായത് എന്താ പറയാ, പെപ്സിനോജൻ ആക്ടിവേറ്റ്സ് ദി ഇനാക്റ്റീവ് പെപ്സിനോജൻ ടു ഇറ്റ്സ് ആക്റ്റീവ്. ഓക്കെ, ഇനാക്റ്റീവ് ആക്കണം എന്താണ്, അങ്ങനെയല്ല കേട്ടോ. എന്താണ് പെപ്സിനോജൻ? പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈം നമ്മുടെ വയറിന്റെ അകത്തുണ്ട്. അതിങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുക, ഒരു ഉപയോഗം ഇല്ലാതിരിക്കുക. കാരണം എന്താ? നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മാത്രമാണ് അവര് ആക്റ്റീവ് ആകുള്ളൂ. നമ്മുടെ വയറിന്റെ അകത്ത് ഒന്നുമില്ല. ഇപ്പൊ ഒരാൾ വിശന്നിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ പെപ്സിനോജന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു പണി ഇല്ലാതിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കണ്ടാവും ഈ പെപ്സിനോജൻ. അപ്പോ ഫുഡ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പണി വരും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ HCl ഈ പെപ്സിനോജനെ എന്ത് ചെയ്യും? ആക്റ്റീവ് ആക്കും. ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ പെപ്സിനോജന്റെ ഫോമിലല്ല ഇരിക്കുന്നത്, അത് അപ്പൊ തന്നെ പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്നിട്ട് ഈ ഫുഡിനെ അരച്ചു കഴിഞ്ഞ് പണിയൊക്കെ തീർന്നു കഴിയുമ്പം ഈ പെപ്സിൻ വീണ്ടും ഇനാക്റ്റീവ് ആകും. കാരണം അവർക്ക് പണിയില്ല. അപ്പൊ അത് പെപ്സിനോജന്റെ ഫോമിലേക്കാവും. അങ്ങനെ റൊട്ടേഷനിലാണ് ഇവരുടെ വർക്ക് നടക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി. എന്തായാലും ആദ്യം പറഞ്ഞ 2 പഠിക്കാം. ഒന്ന് ഫുഡിലുള്ള ബാക്ടീരിയനെ കില്ല് ചെയ്ത് കളയാം. പിന്നെ ഫുഡിനെ കുറച്ച് ലൂസനാക്കാം. ഇത്രയും കാര്യങ്ങള് സ്റ്റൊമക്കിൽ നടന്നു നമ്മുടെ. ഓക്കെ, ഇനി നോക്കിയേ, ഈ സ്റ്റൊമക്കിൽ നിന്നും എന്തുട്ടായിരുന്നു, സ്റ്റൊമക്കിൽ നിന്ന് നോക്കിയേ ഫുഡ് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാ? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് അല്ലെ? അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് പോകുന്നത്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗങ്ങൾ പഠിക്കാം. നോക്കിയേ, സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞു, ഇതാണ് 7 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. ഇനി ഇതിന്റെ വീതി നോക്കുവാണെങ്കിൽ 2.5 അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഉള്ളിൽ ഭയങ്കര നീട്ടമല്ലേ, അത് കാരണം നമ്മുടെ വയറിന്റെ അകത്ത് ഇതിങ്ങനെ മടക്കി മടക്കി തിരുക്കി വെച്ചേക്കുക, നല്ല ലെങ്ത് ഉള്ള കാരണം. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗങ്ങളാണ് ആക്ച്വലി ഉള്ളത്. ഫസ്റ്റത്തെയാണ് ഡിയോഡീനം. ഇത് ഡിയോഡീനം, ഇത് കണ്ടോ, ഡിയോഡീനം. ഈ ഡിയോഡീനം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഏറ്റവും ഫസ്റ്റത്തെ ഭാഗമാണ്, കണ്ടോ. അപ്പൊ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ രണ്ടാമത്തെ അടുത്ത ഭാഗമാണ് ജെജൂനം എന്ന് പറയുന്നത്, കണ്ടോ, ജെജൂനം. ജെജൂനം എന്ന് പറയുമ്പം ഈ ഒരു ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇല്ലേ, ആ പിങ്ക് കളർ കൊണ്ട് വരച്ചേക്കുന്ന, അതിന്റെ ഉള്ളില് ഒക്കെ ആയിട്ടാണല്ലോ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ കാണപ്പെടുന്നത്. അപ്പം ഈ ഇതിന്റെ ഉള്ളിലോട്ട് കടക്കുന്ന ആ റീജിയൻ ആണ് ജെജൂനം എന്ന് പറയുന്നത്. അതിന്റെ ലെങ്ത് 2 മീറ്റർ ആണ്. ഇനി അവസാനത്തെ ഭാഗമാണ് ഇലിയം എന്ന് പറയുന്നത്, കണ്ടോ, ഇലിയം. ഇതാണ് ഏറ്റവും വലുത്, 4 മീറ്റർ ആണ്. അതായത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വളച്ച് പൊളച്ച് വെച്ചേക്കുന്നില്ലേ, അതിനാണ് ഇലിയം എന്ന് പറയുന്നത്. അതിന്റെ ലെങ്ത് 4 മീറ്റർ ആണ്. ഇതിങ്ങനെ കോയിൽ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അത് കഴിഞ്ഞ് ലാർജ് ഇൻറ്റസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും ആമാശയത്തിൽ നിന്നും വരുന്ന ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫുഡിന് എന്ത് സംഭവിക്കും എന്ന് പറയും. ഇപ്പം നമ്മൾ അതിന്റെ ഭാഗങ്ങൾ പറഞ്ഞു, ആ ഫുഡിന് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ ഫുഡിന് സംഭവിക്കുന്നത്, ഈ ആമാശയത്തിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചിട്ടാണ് നമ്മുടെ ആമാശയം ആ ഫുഡിനെ കൊടുക്കുന്നത്. എന്നാലും ചില നല്ല കട്ടിയുള്ള ഫുഡ് അല്ലെങ്കിൽ ദഹിക്കാൻ സമയം എടുക്കുന്ന കുറെ ഫുഡുകൾ ഉണ്ടല്ലോ, അത് ചിലപ്പം എല്ലാം ഡൈജസ്റ്റ് ആയി എന്ന് വരില്ല. അപ്പം അങ്ങനെ ഉള്ള ദഹിക്കാതെ കിടക്കുന്ന സംഭവങ്ങളെ ആര് ദഹിപ്പിക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ ദഹിപ്പിക്കും. ഓക്കെ, എന്തായാലും അപ്പൊ അവിടെ ഒരു എന്താ പറയാ, ഒരു സംഭവം ഫോം ചെയ്യും. അതിനെയാണ് ഖൈം എന്ന് പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ നോക്കിയേ, ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ മിക്സിയിൽ ചോറിട്ട് അരച്ചു. ഈ മിക്സിനെ നിങ്ങളുടെ ആമാശയമായിട്ട് കരുതാം. അതില് നമ്മൾ എന്നാലും അത്യാവശ്യം നന്നായിട്ട് അരയും. നമ്മൾ ഈ ചോറ് എങ്ങനെ അരയ്ക്കുന്ന, കുറെ നേരിട്ട് അരച്ചാലല്ലേ അത് നല്ല വെള്ളം പോലെ കിട്ടുള്ളൂ. 2 അടി അടിക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് അരഞ്ഞു കിട്ടുമോ? ഇല്ല. കുറച്ച് 2-3 വറ്റെങ്കിലും അരയാതെ കിടപ്പുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിന്റെ അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ, ഒരു എന്താ, കുറച്ച് അരയാതെ കിടക്കണോ, കുറച്ച് അരഞ്ഞു കിടക്കണോ, അങ്ങനത്തെ ഒരു ഫോമിലല്ലേ നിങ്ങൾക്ക് ആ മിക്സിന്ന് ആ ചോറ് കിട്ടുന്നേ. അതുപോലെ നമ്മുടെ വയറിന്റെ അകത്തും ഫുഡ് കുറെ അരഞ്ഞിട്ടുണ്ടാവും, കുറച്ചൊക്കെ അരഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്കൊരു സംഭവം കിട്ടില്ലേ, അതിനെയാണ് ഖൈം എന്ന് പറയുന്നത്. ഓക്കെ, CHYME, ഖൈം. അപ്പൊ ഈ ഖൈമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നത്. ഓക്കെ, ഈ ഒരു ടൈമില് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് 2 സാധനങ്ങൾ വരും. ഒന്ന്, അതെവിടെയാ, ഓക്കെ, പാൻക്രിയാസ്. നോക്കട്ടെ, ക്യാമറ ഓൺ ആക്കിയിട്ടില്ലേ? പാൻക്രിയാസ് കണ്ടോ, പാൻക്രിയാസ്. ഈ പാൻക്രിയാസിൽ നിന്നും പാൻക്രിയാറ്റിക് ജ്യൂസ് ഇവരെന്ത് ചെയ്യും? ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ലിവർ ഇവിടെ ഉണ്ട്. ഈ ലിവർ ബൈൽ ആസിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബൈൽ ജ്യൂസ് എന്നും പറയാം, അതും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കും.
അപ്പൊ ഈ കൈം എന്ന് പറയുന്നത് ആമാശയം അരച്ച് പകുതി വെച്ചേക്കുന്ന, അല്ലെങ്കിൽ കുറെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞുണ്ടാവും, പെട്ടെന്ന് ദഹിക്കുന്നത്. അത് ഇതിന്റെ പകുതി അരഞ്ഞ രീതിയിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പം അപ്പൊ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിനെയും ലിവർ മറ്റേ ബൈൽ ആസിഡ് അല്ലെങ്കിൽ ബൈൽ ജ്യൂസിനെയും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ആരൊക്കെയുണ്ട്? പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്, ബൈൽ ആസിഡ് ഉണ്ട്, അതേപോലെ കൈമുണ്ട്, ആ അരച്ച് വെച്ചേക്കുന്ന ഫുഡ് ഉണ്ട്. ഇത്രയാണ് നിങ്ങളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇപ്പൊ ഉള്ളത്. ഓക്കെ, ഇവരെല്ലാരും കൂടി വീണ്ടും ഇങ്ങനെ അരയ്ക്കും. അരയ്ക്കാന്ന് വെച്ചാൽ ആമാശയത്തിലെ പോലെ അരക്കില്ല, ഡൈജസ്റ്റ് ആകാതെ കിടക്കുന്ന കുറെ സംഭവങ്ങളില്ലേ, അവരെല്ലാം ഈ ബൈൽ ആസിഡ് അതേപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അരയാത്തതിനെയൊക്കെ എന്താ പറയാ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഫോമിൽ ആക്കും. അപ്പൊ ഞാൻ ബൈൽ ജ്യൂസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ബൈൽ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ലിവർ ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ ബൈൽ ജ്യൂസിന്റെ കളറ് യെല്ലോയിഷ് ഗ്രീൻ കളറാണ്, യെല്ലോയിഷ് ഗ്രീൻ കളറ്. ഓക്കെ, പിന്നെ ഈ ബൈൽ ജ്യൂസ് എന്ന് പറയുമ്പം അതിന്റെ അകത്തുള്ള കോമ്പോണന്റുകളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇത് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 98% ബൈൽ ജ്യൂസിൽ അല്ലെങ്കിൽ ഈ ബൈൽ ആസിഡിൽ എന്തുണ്ടാവുക? വെള്ളം തന്നെയാണ് ഉണ്ടാവുക. അത് കൂടാതെ ഇതിന്റെ അകത്ത് സോഡിയം കാർബണേറ്റ് ഉണ്ടാകും, അതേപോലെ ബൈൽ സോൾട്ട് ഉണ്ടാകും. ഈ 3 സംഭവങ്ങളും കൂടി ചേർന്നതാണ് ബൈൽ ജ്യൂസ്. യെല്ലോയിഷ് ഗ്രീൻ കളറാണ് വാട്ടർ, സോഡിയം കാർബണേറ്റ്, ബൈൽ സോൾട്ട്. ഈ 3 ചേർന്നതാണ് ബൈൽ ജ്യൂസ്. ഈ ബൈൽ ജ്യൂസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഇമൾസിഫൈ ചെയ്യും, അതേപോലെ തന്നെ അരയാതെ കിടക്കുന്നതിനെയൊക്കെ സിമ്പിൾ ഫോർമാറ്റിലേക്ക് മാറ്റും. ഇതൊക്കെയാണ് ബൈൽ ആസിഡിന്റെ ഫങ്ഷൻ. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസും സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുമ്പം അതിന്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ 6 എൻസൈമുകളാണ് ഉള്ളത്. ആ 6 എൻസൈമുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അമൈലേസ്, സ്പെല്ലിംഗ് ഇട്ടുതരാം. അമൈലേസ് നേരത്തെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അമൈലേസ് എന്ന് പറയുകയാണെങ്കിൽ ഫുഡിലുള്ള സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആയിട്ട് മാറ്റുന്നു. രണ്ടാമത്തതാണ് ലിപ്പേസ്. ലിപ്പേസിനെ തന്നെ വേറൊരു പേര് വിളിക്കൂല, സ്റ്റെപ്സ്, അത് വേണ്ട. ഈ ലിപ്പേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാറ്റിനെ എമൾസിഫൈ ചെയ്തിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അപ്പൊ അതാണ് രണ്ടാമത്തെ എൻസൈം. എന്താ ചെയ്യുന്നത്? ഫാറ്റിനെ എമൾസിഫൈ ചെയ്തിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. മൂന്നാമത്തെ എൻസൈം ആണ് ന്യൂക്ലിയേസ്. ന്യൂക്ലിയസ് ന്യൂക്ലിക് ആസിഡ്, ഫുഡിൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അടുത്തതാണ് ട്രിപ്സിനോജൻ. ട്രിപ്സിനോജന്റെ സംഭവം ശരിക്കും അതൊരു പ്രീകേഴ്സർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിനെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പെപ്സിനോജൻ, ഇനാക്റ്റീവ് ഫോമിൽ ഇരിക്കുന്ന പെപ്സിനോജൻ, അതിനെ HCl ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് പെപ്സിനായി മാറുന്നത് എന്ന് പറഞ്ഞില്ലേ. അതുപോലെ പ്രീകർസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ട്രിപ്സിനോജൻ. അടുത്തതാണ് കൈമോട്രിപ്സിൻ. കൈമോട്രിപ്സിൻ എന്ന് പറയുമ്പം ഇത് അതിന്റെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ പേരുകളൊന്നും പഠിക്കണം, കാരണം ഇച്ചിരി ടഫാ. അത് കാരണം എങ്ങനെ എഴുതിയാൽ മതി, അത് പ്രോട്ടീനിനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് മാത്രം എഴുതിയാൽ മതി. ഇറ്റ് കൺവേർട്സ് മിൽക്ക്, എന്താ പറയാ, പ്രോട്ടീൻ അങ്ങനെ എഴുതിയാൽ മതി. ഇനി ലാസ്റ്റത്തെ ആണ് കാർബോക്സി പെപ്റ്റിഡേസ്. കാർബോക്സി പെപ്റ്റിഡേസ് എന്താ പറയാ, പെപ്റ്റൈഡുകളെ
ബ്രേക്ക് ചെയ്ത് സ്മോൾ പെപ്റ്റൈഡുകളും അമൈനോ ആസിഡുകളും ആക്കി മാറ്റുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫുഡ് ആദ്യം മൗത്ത്, അവിടെ നിന്ന് മൗത്തിലെ സലൈവയിലുള്ള അമൈലേസ് ആണ് ഈ കുക്ക്ഡ് ആയിട്ടുള്ള സ്റ്റാർച്ചിനെയും കുക്ക് ചെയ്യാത്ത റോ സ്റ്റാർച്ചിനെയും ഒക്കെ ഡെക്സ്ട്രിനും മാൽട്ടോസും ഒക്കെ ആക്കി മാറ്റുന്നത്. അങ്ങനെ അത് ഫാരിങ്സ് ഈസോഫാഗസ് ഈ രണ്ട് ട്യൂബ് വഴി സ്റ്റൊമക്കിൽ എത്തുന്നു. ഈ ഫാരിങ്സിലൂടെയും ഈസോഫാഗസിലൂടെയും ഇത് വരുമ്പം പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വഴിയായിട്ടാണ് ഇവർ സ്റ്റൊമക്കിൽ എത്തുന്നത്. സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞ സ്റ്റൊമക്കിലുള്ളതാണ് HCl-ഉം അതേപോലെ ഗാസ്ട്രിക് ജ്യൂസും. ഇവര് രണ്ടുപേരും ഇതിനെ നന്നായിട്ട് ഇങ്ങനെ കിടത്തി അരയ്ക്കും. ഓക്കെ, നന്നായിട്ട് ഇങ്ങനെ അരയ്ക്കും. ഒരു മിനിറ്റ്. അതുപോലെ സ്റ്റൊമക്കിന്റെ അകത്ത് ഉള്ള വേറെ സംഭവങ്ങളാണ് ഈ ഇൻ അഡീഷൻ ടു ദാറ്റ് HCl കൂടാതെ മറ്റൊന്നും കൂടാതെ വാട്ടർ ഉണ്ട്, പെപ്സിൻ, ലിപ്പേസ് ഇങ്ങനെയുള്ള 2 എൻസൈമുകൾ ഉണ്ട്. അതേപോലെ തന്നെ ലൂബ്രിക്കന്റ് മ്യൂസിൻ, ഇത്രയും സാധനങ്ങൾ സ്റ്റൊമക്കിലുണ്ട്. ഇവരെല്ലാരും കൂടി ഇതിനെ അരയ്ക്കും. അരച്ചിട്ട് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഈ ഫുഡിനെ കൊടുക്കും. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ 3 ഭാഗങ്ങൾ പറഞ്ഞല്ലോ, ഡിയോഡേനം, ജെജൂനം, ഇലിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ പാൻക്രിയാസ് എന്ത് ചെയ്യും? പാൻക്രിയാറ്റിക് ജ്യൂസിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കും. അതേപോലെ ലിവർ ബൈൽ ആസിഡിനെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കും. ഇപ്പൊ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫുഡ് നമ്മുടെ കൈയും കിടപ്പുണ്ട് അല്ലെ? സ്റ്റൊമക്ക് അങ്ങനെ അരച്ച് തന്നിരിക്കുന്ന ആ ഒരു വേസ്റ്റ് പോലെയുള്ള വേസ്റ്റ് ആയിട്ടുള്ളത്, അതിന് നമ്മള് അതുണ്ട് ഇതിൻ്റെ അകത്ത്. പ്ലസ് പാൻക്രിയാറ്റിക് ജ്യൂസ് പ്ലസ് ലിവറിലുള്ള ബൈൽ ആസിഡ്, ലിവറിലുള്ളതല്ല ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈൽ ആസിഡ്, ഇത്രയും ഇപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തു ബൈൽ ആസിഡിന്റെ കുറച്ച് കാര്യങ്ങളും പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ കുറച്ച് എൻസൈമുകളുടെ കാര്യവും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എന്തായാലും ഇവിടെ ഉള്ള ഈ ബാക്കി വരുന്ന ഇതിങ്ങനെ അരച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആർക്ക് കൊടുക്കും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കും. അതാണ് ഈ ഒരു ഡാർക്ക് പിങ്കിൽ അടിച്ചു വെച്ചേക്കുന്നത് ഞാന്. ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗങ്ങളുണ്ട്. നോക്കിയേ, ഇത് നോക്കിയേ, ഈ ഭാഗം നോക്കിയേ. ഈ പെൻസിൽ കൊണ്ട് വരച്ചേക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിങ്ക് കളറ് മറ്റേ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ അവസാനം, അതേപോലെ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ തുടക്കം. അതിനെയാണ് സീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സ്പെല്ലിങ് പല രീതിയിൽ കാണും. വായിക്കുന്നത് സീഷ്യം എന്നാണ്. ഇവിടെ എ സൈലന്റ് ആണ്. സീഷ്യം. ഓക്കെ, ഈ സീഷ്യത്തിന്റെ പ്രത്യേകത എന്താണ്? സീഷ്യം എന്ന് പറയുന്നത് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിനെയും ലാർജ് ഇൻറ്റസ്റ്റൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജംഗ്ഷൻ പോലെയുള്ള ഭാഗമാണ് സീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, പിന്നെ ഇങ്ങനെയുള്ള ഭാഗത്തിനാണ് നമ്മൾ കോളോൺ എന്ന് പറയുന്നത്. കോളോൺ, കോളോൺ കണ്ടില്ലേ? ഇങ്ങനെ വരുന്ന ഇത്രയും ഭാഗം, ഇപ്പൊ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കോളോൺ. ഈ ഇങ്ങനെ പോയേക്കുന്ന ട്യൂബ് കണ്ടോ? ഇങ്ങനെ പോയേക്കുന്ന ട്യൂബ്, അതിനെയാണ് നമ്മൾ അസെൻഡിങ് കോളോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്തിനാണ് നമ്മള് ട്രാൻസ്വേഴ്സ് കോളോൺ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ഡിസെൻഡിങ് കോളോൺ എന്ന് പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ നമ്മൾ ഇതിനെ കോളോൺ എന്ന് പറയുന്നു. കോളോണിന്റെ 3 ഭാഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിനെയും ലാർജ് ഇൻറ്റസ്റ്റൈനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ സീഷ്യം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമുള്ള ഒരു ഭാഗമാണ് റെക്ടം എന്ന് പറയുന്നത്. റെക്ടം അതും ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗമാണ്. ഏനസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പുറത്തേക്കുള്ള ഒരു പ്രൊജക്ഷൻ ആണ് ഏനസ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളില് ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗം, അവസാനത്തെ ഭാഗമായ റെക്ടവും ഉണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല. ഒരു മിനിറ്റ്, പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യും? ഇവര് അരച്ചു തന്നിരിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യും? വലിച്ചെടുക്കും. വലിച്ചെടുത്ത് അവസാനം വേസ്റ്റ് വരും അല്ലേ? അവസാനം വേസ്റ്റ് വരും.
ഇത് ഭയങ്കര വലിയ രീതിയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നും എന്തായിട്ടാ മാറുന്നത്. അത്രയും ലെങ്തില് അല്ലെങ്കിൽ അത്രയും ഡെപ്തില് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പറയാ, നമ്മുടെ ഫുഡിലുള്ള ന്യൂട്രിയൻസ് എല്ലാം തന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ വലിച്ചെടുക്കും. അതാണ് ഏസിമലേഷൻ. അത്രയും പറഞ്ഞാൽ മതി. ലാസ്റ്റ് ഏനസ് എന്ന് പറയുന്ന ഭാഗമാണ്. ലാസ്റ്റ് ഏനസ് എന്ന് പറയുന്ന ഭാഗമാണ്. എന്തായാലും ഈ റെക്ടം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ, ഇപ്പൊ റെക്ടം എന്ന് പറഞ്ഞില്ലേ, ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം റെക്ടം. ഈ റെക്ടത്തിന് ഒരു മിനിറ്റ്, ഈ റെക്ടത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ ഫീസസ് ഇല്ലേ, മോഷൻ, വേസ്റ്റ്. ആ വേസ്റ്റ് സൂക്ഷിച്ച് വെക്കാൻ മീൻസ് എന്താ പറയാ, അടിഞ്ഞുകൂടി ഇരിക്കുന്നത് റെക്ടത്തിലാണ്. ഓക്കെ. ഈ റെക്ടം നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്കറിയാലോ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ഫീല് വരും. അതെന്താണ്, റെക്ടം ഫില്ലായി കഴിയുമ്പോഴാണ് നമുക്ക് ടോയ്ലറ്റ് ഫീലിംഗ് വരുന്നത്. അങ്ങനെ എന്താ, ഏനൽ പാർട്ടിലൂടെ ഈ ഫീസസ് പുറത്തേക്ക് പോകും. അപ്പോ ഈ ഏനൽ പാർട്ടിൽ നമുക്കറിയാം നേരെ കുറെ കുഞ്ഞു ലൈനുകൾ ഉണ്ട്. ആക്ച്വലി ഈ ഫീസസ് പുറത്തേക്ക് ഏനസിലൂടെ പുറത്തോട്ട് പോകുമ്പം അവിടെ ഡയലേറ്റ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യും, വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മസിൽ ഉണ്ട്. ആ മസിലിന്റെ പേരാണ് സ്പിങ്ക്ടർ മസിൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എ റിംഗ് ഷേപ്ഡ് മസിൽ വിച്ച് contracts and relax to close and open the anus or anal opening. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫുഡിന്റെ ഡൈജഷൻ. പിന്നെ ഇതില് കുറച്ച് ഹോർമോൺസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ചോദിക്കാറില്ല. എന്തായാലും ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തിട്ട് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ആദ്യം മൗത്തില് സലൈവയിലുള്ള അമൈലേസ് കുക്ക്ഡ് സ്റ്റാർച്ചിനെയും കുക്ക് ചെയ്യാത്ത സ്റ്റാർച്ചിനെയും ഡെക്സ്ട്രിനുകളും അതേപോലെ മാൽട്ടോസ് ഒക്കെ ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് ഫാരിങ്സ്, എന്താണ്, അന്നനാളം. ഫാരിങ്സ്, ഈസോഫാഗസ്, ഈ രണ്ട് ട്യൂബിലൂടെ ഫുഡ് ആമാശയം അഥവാ സ്റ്റൊമക്കിലോട്ട് വരികയാണ്. ഏത് മൂവ്മെന്റ് വഴി? പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് വഴി. സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പം പെപ്സിൻ, അതേപോലെ വാട്ടർ, HCl, ലൂബ്രിക്കൻ, മ്യൂസിൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി ഫുഡിനെ അരയ്ക്കും. അരച്ച് കിട്ടുന്ന സാധനമാണ് കൈം എന്നിട്ട് എന്ത് ചെയ്യും? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് വരും. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗങ്ങളാണ് ഡിയോഡീനം, ജെജൂനം, ഇലിയം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. അങ്ങനെ എത്തിക്കഴിയുന്ന സമയത്ത് പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസസിനെയും ലിവർ ബൈൽ ആസിഡിനെയും ഇതിന്റെ ഉള്ളിലേക്ക് വരും. അങ്ങനെ ഡൈജസ്റ്റ് ആകാതെ കിടക്കുന്നത് ആക്കും. കുറച്ച് വാട്ടറും കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനും വലിച്ചെടുക്കൂട്ടോ. അതിനുശേഷം ഈ വേസ്റ്റ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് കൊടുക്കും. വേസ്റ്റ് അല്ല ആക്ച്വലി അത്, എന്നാലും കുറച്ച് അബ്സോർപ്ഷൻ ഒക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗങ്ങളാണ് സീഷ്യം, കോളോൺ, റെക്ടം. കോളോൺ തന്നെ 3 അസെൻഡിങ് കോളോൺ, ട്രാൻസ്വേഴ്സ് കോളോൺ, ഡിസെൻഡിങ് കോളോൺ. അവസാനത്തെ ഭാഗമാണ് റെക്ടം എന്ന് പറയുന്നത്. അവര് കംപ്ലീറ്റ് ആയിട്ട് ഈ അസിമിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നടത്തും. ഫുഡിലുള്ള എല്ലാം ന്യൂട്രിയൻസും മിനറൽ എല്ലാം അവർ വലിച്ചെടുക്കും കംപ്ലീറ്റ് ആയിട്ട്. ബാക്കി വേസ്റ്റ് ആയിട്ടുള്ളത് റെക്ടം എന്ന് പറയുന്ന ഭാഗത്ത് സൂക്ഷിക്കും. അങ്ങനെ നമുക്ക് ടോയ്ലറ്റ് ഫീലിംഗ് വരുമ്പം എന്താ, ഏനസിലൂടെ ഇത് പുറത്തോട്ട് പോകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ. അപ്പൊ ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കുന്നു. ഒരാണ് ചോദിച്ചത്, എനിക്ക് തോന്നുന്നു ഡിയോഡേനം എഴുതിയിട്ടുണ്ടായില്ല, എ എന്ന് ഇട്ട് വെച്ചേക്ക. അതേപോലെ തന്നെ ANS B, എന്നിട്ട് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതില് പരോട്ടിനോയിഡ് ഗ്ലാൻഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതൊന്നും ഇതിൽ വരുന്നില്ല. അതേപോലെ ഈ വേർമിഫോം അപ്പൻഡിക്സ് ഒന്നും അതങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിന് പുറത്തേക്കുള്ള ഒരു ഭാഗമാണ്. അത് നമുക്കിതില് പറഞ്ഞിട്ടില്ല. എന്തായാലും അത് രണ്ടുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താ പറയാ
ഡൈജക്ഷന്റെ ചാപ്റ്റർ അല്ല, ചാപ്റ്റർ അല്ല, ഡൈജക്ഷന്റെ ഹ്യൂമൻ ഡൈജക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോട്ടോ.